ഫ്രണ്ട്സ്, ഇതിന് ശേഷം ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോവാണ് മുസാണ്ടം. ഭാര്യയുണ്ട് ലുത്തുഫിൻ്റെ വൈഫാണ് ഹുദ. അല്ലുകുട്ടനുണ്ട്, ഇവിടെ ഉമ്മയുണ്ട്. അപ്പോൾ ഇന്ന് മുസാണ്ട ട്രിപ്പ് നമ്മൾ ദിബ്ബ മുസാണ്ടാണല്ലോ നമ്മൾ. അപ്പോൾ മുസാണ്ട ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ. ഞങ്ങൾ രാവിലെ 7:30യോടെയാണ് ഷാർജയിൽ നിന്ന് യാത്ര തിരിച്ചത്. 7:30 കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു 9:30യോടെയാണ് ദിബ്ബ പോർട്ടിൽ എത്തിച്ചേർന്നത്. ആയപ്പോഴേക്കും ഞങ്ങളവിടെ ബോർഡറിൽ എത്തിയിരുന്നു. ഇവിടെ ബോർഡറിൽ നമുക്ക് വീഡിയോസ് ഫോട്ടോസൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ അധികം ക്യാമറ എടുത്ത് കളിക്കുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇതേപോലെ ഒരു പേപ്പർ കിട്ടി. അത് ഞങ്ങൾ ബോർഡറിൽ കൊടുത്തു. ദിബ്ബ പോർട്ടിൽ ഇറങ്ങിയ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ മീനെ പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. ഇതൊരു ഒമാൻ വണ്ടിയാണ്. അതൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുക്കണം തോന്നിയെടുത്തു. എങ്ങനെയുണ്ട് വെയില്? നല്ല തണുപ്പുള്ള വെയില്, ഭയങ്കര ചൂട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള 2 വണ്ടിയിൽ വന്നുകൊണ്ടാണ് കാണാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇവിടെ എത്തി ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. ആൾക്കാരൊക്കെ ബോട്ടിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ബോട്ട് ഏതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മളങ്ങനെ ബോട്ടിൽ ചാടി ഇപ്പുറം എത്തി. ഇനി അങ്ങനെയുള്ള ബോട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കൊടിയൊക്കെ പാറി കളിക്കുന്നുണ്ട്. നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. നല്ല രസമുണ്ട്. നല്ല പച്ച വെള്ളം, ബനാന ബോട്ടുണ്ട്. നമ്മൾ മുകളിൽ കയറി അത് അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ അത്രയും ബോട്ട് ഇങ്ങോട്ടേക്ക് കടന്നാണ് ഇവിടെ എത്തിയത്. സത്യം പറഞ്ഞാൽ ആ ബോട്ടിൽ നിന്ന് ഈ ബോട്ടിലേക്ക് കിടക്കുമ്പോൾ താഴെ നോക്കുമ്പോൾ പേടിയാവുന്നുണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി വെള്ളം പേടിയാണ്. അതിൻ്റെ കൂടെ നല്ല രസമുണ്ട്, നല്ല വൈബ്. നമ്മൾ ബോട്ട് വിട്ടിട്ടില്ല. അവിടെ പോലീസിൻ്റെ ഒക്കെ ബോട്ടുകളൊക്കെ ഉണ്ട്. മുകളിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. താഴെ കുറേ ആൾക്കാരുണ്ട്, മുകളിൽ കുറച്ച് ആൾക്കാരുള്ളൂ. വെയിലായതുകൊണ്ട് എല്ലാവരുടെ മുഖത്ത് ഇരുട്ടടിച്ചിട്ടുണ്ട്. ഇതാ സായിപ്പ്, സമീർ, ഹംദ. അങ്ങനെ ഞങ്ങൾ ജൈത്ര യാത്ര തുടങ്ങിയിരിക്കുന്നു. ഒമാൻ്റെ മലഞ്ചെരുവിലൂടെയുള്ള ഈ തടാകമല്ല, കരയുടെ തടാകത്തിൽ, അല്ല കടലിൻ്റെ തടാകത്തിൽ. പഴം വേണ്ട, സമയം. ആ ടൈറ്റാനിക്ക് റോസും ചാക്കും വെള്ളത്തിലും മൂട്ടാ. റോസ് പഴം തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. റോസിന് വിശക്കുന്നുണ്ട്. വിശപ്പ് സഹിക്കാനാവാതെ തൊലിയടക്കം തിന്നുന്നുണ്ട് തോന്നുന്നുണ്ട് റോസ്. പക്കോടാവുന്നില്ലേ? അയ്യോ, അല്ലുക്കുട്ടൻ ചാക്ക് ചാക്ക് തൊട്ടുണ്ട്. സ്റ്റൈൽ മന്നൻ. നമുക്ക് അൺലിമിറ്റഡ് ഫ്രൂട്ട്സും ജ്യൂസൊക്കെ ഉണ്ട് ഇവിടെ. തീരുന്നത് വരെ അൺലിമിറ്റഡ്. നമ്മുടെ പത്തേമാരി ആടി ഉലയുകയാണ്. ഇതാണ് നമ്മള് ഗൈഡ്.
ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ. നാച്ചുറൽ ലൈം സ്റ്റോൺ ആണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോട്ടിൻ്റെ അസിസ്റ്റന്റ് ഡ്രൈവറായി ജോയിൻ ചെയ്തു. കിളി കിളി കിളി. പച്ചവെള്ളം, നല്ല പച്ചവെള്ളമാണ് കാണുന്നത്. നങ്കൂരം ഇടാൻ പോവാണ്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൈതട്ടി ക്യാമറ സെറ്റിങ്സ് ഒക്കെ പോയി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒന്നും വോയിസ് ഇല്ലാതായിപ്പോയി. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി. ട്രിപ്പിൻ്റെ കുറേ രസകരമായ കുറേ ഭാഗങ്ങൾ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പണ്ട് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ നായിക വെള്ളത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ്. അതിൽ മിസ്സായ കുറേ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബോട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ആ പച്ച കളറിലെ വെള്ളത്തിൽ നീന്താൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്പീഡ് ബോട്ട് കണ്ടു. സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ ചാടി ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകുന്നത് ഭയങ്കര രസമായിരുന്നു. ഡെസേർട്ട് സഫാരിനേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു സ്പീഡ് ബോട്ട്. അല്ലു ഉമ്മൊക്കെ പേടിച്ച് ഒരു വകയായിട്ടുണ്ടായിരുന്നു. ഉമ്മ നിലവിളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഡെസേർട്ട് സഫാരി പോയതുപോലെ തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു ബീച്ചിൽ ഹഫ എന്നാണെന്ന് തോന്നുന്നുണ്ട് ബീച്ചിൻ്റെ പേര്. ഹഫ ബീച്ചിൽ അവിടെ ഇറക്കി. എന്നിട്ട് അവിടുന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഞങ്ങൾ ബീച്ചിലെ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്പീഡ് ബോട്ട് വീണ്ടും വന്നു. അടുത്ത പ്രാവശ്യം സ്പീഡ് ബോട്ടിലല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്, ബനാന ബോട്ടിലാണ്. ബനാന ബോട്ടിൽ കയറി. ബനാന ബോട്ട് മറിച്ചിടരുതെന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം എനിക്ക് ലുത്ഫിക്കും ഹുദക്കും നീന്തൽ അറിയില്ലായിരുന്നു. അങ്ങനെ ബനാന ബോട്ടിൽ കയറി. ബനാന ബോട്ട് കയറി മറിച്ചിടില്ല എന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മറിച്ചിടൂല, പക്ഷെ ഇത് മറിയാനുള്ള ചാൻസ് കൂടുതലാണെന്ന്. അതുകൊണ്ട് തന്നെ ബനാന ബോട്ട് നമുക്കല്ല എനിക്ക് ഒരുപാടൊന്നും ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം മൈൻഡ് നിറയെ ഇത് മറിയോ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പേടിയില്ലാന്നുണ്ടെങ്കിൽ കുറേ കൂടി ആസ്വദിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ഫുഡ് ആവറേജ് ആണ്, ബഫേ ആണ്. നമുക്ക് അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളവിടുന്ന് മീൻ പിടിച്ചു.
പിന്നെ എന്താണ് മീൻ പിടിക്കുന്ന സമയത്തൊക്കെ ചൂടാണെങ്കിൽ കൂടി നമുക്ക് ആ ചൂട് അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫുഡ് കഴിക്കാനൊക്കെ അവിടെ ഒന്ന് ഹാൾട്ടായ സമയത്ത് കുറച്ച് ചൂട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. അവിടെ നമ്മൾ ബോട്ട് ഹാൾട്ടായ സമയത്ത് നമുക്ക് ഈ നീന്തുന്ന ആൾക്കാർക്ക് നീന്താം, സ്പീഡ് ബോട്ട് ചെയ്യുക, ബനാന ബോട്ട് ചെയ്യുക, അതുപോലെ സ്നോർക്കലിംഗ് ചെയ്യേണ്ട ആൾക്കാർക്ക് ചെയ്യാം. അങ്ങനെ കുറേ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ആദ്യം ഒരുപാട് ബോട്ടുകൾ ചാടി ചാടി പോയതുപോലെ അല്ല നമ്മൾ പോകുന്നത്. പകരം ഈ സ്പീഡ് ബോട്ട് തന്നെ രണ്ടാമത് വന്നിട്ട് സ്പീഡ് ബോട്ട് സ്പീഡില്ലാതെ പോയിട്ട് ഞങ്ങളെ അവിടെ പോർട്ടിൽ ഇറക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയത് അവിടെ ബോർഡറിൽ ഒരുപാട് നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. കാരണം വണ്ടികളൊക്കെ നല്ല പോലെ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിഫിൻ്റെ കമ്പനീൻ്റെ കുറേ കെമിക്കൽസ് അതൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു. അതൊരു പ്രശ്നമാകുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നന്ദി എന്ന് മലയാളത്തിലൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിട്ടത്. ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സൊന്നും ഇല്ല. ബൂട്ട് തുറപ്പിച്ചു, അതിലൊരു ബാഗ് ഉണ്ടായിരുന്നു, ബാഗ് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തു, അങ്ങനെ പെട്ടെന്ന് തന്നെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറേൻ്റെ സെറ്റിങ്സ് പോയി. അതുകൊണ്ട് ക്യാമറേൻ്റെ ക്ലാരിറ്റിയും അതേപോലെ തന്നെ വോയിസും അതിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നൊരു കാര്യം, നമ്മൾ ടൂറ് പോയിട്ടുള്ളത് മുസാണ്ടം ടൂർസിൻ്റെ കൂടെയാണ്. അപ്പോൾ 150 ദിറംസാണ് ഞങ്ങൾ കൊടുത്തത്. കാരണം ഞങ്ങൾക്ക് ഓൺ ട്രാൻസ്പോർട്ടായിരുന്നു, ഞങ്ങൾ ബസ് വഴിയല്ല യാത്ര ചെയ്തത്. അതുകൊണ്ട് ഒരാൾക്ക് 150 ദിറംസാണ് ഉണ്ടായിരുന്നത്. ഇനി നിങ്ങൾ ഓൺ ട്രാൻസ്പോർട്ട് ഇല്ല, പിക്ക് ആൻഡ് ഡ്രോപ്പ് സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 180 ദിറംസ് കൊടുത്താലാണ് അവിടത്തേക്ക് എത്തിച്ചേരുക. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 4 വയസ്സിൻ്റെ മുന്നിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 4 മുതൽ 9 വയസ്സുള്ള കുട്ടികൾക്ക് ഹാഫ് പ്രൈസാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത പ്രാവശ്യം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.